Data, primary and secondary data, qualitative and quantitative data. Data. സ്റ്റാറ്റിസ്റ്റിക്സിലെ എല്ലാ ഓപ്പറേഷൻസിൻ്റെയും ബേസാണ് ഡേറ്റ. Data is a simple record or collection of different numbers, characters, images and others that are processed to form information. ഒരു പ്രത്യേക സിറ്റുവേഷനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആക്ടിവിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫാക്ട്സും ഫിഗേഴ്സും ഒക്കെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾക്ക് A+ കിട്ടി, അല്ലെങ്കിൽ എത്ര പേര് ഫെയിലായി, എത്ര പേര് പാസ്സായി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിലെ കുട്ടികളോട് ഈ മാർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക, അത് റെക്കോർഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഡേറ്റയെ പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക. ഡേറ്റയും ഇൻഫർമേഷനും അപ്പോൾ ഡിഫറെൻറ്റ് ടേംസ് ആണ്. കളക്ഷൻ ഓഫ് ഡേറ്റ. പ്രധാനമായിട്ടും ഡേറ്റ നമുക്ക് രണ്ട് രീതിയിൽ കളക്ട് ചെയ്യാം. ഒന്ന് പ്രൈമറി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സെക്കൻഡറി. ആദ്യം നമുക്ക് പ്രൈമറി ഡേറ്റ എന്താണെന്ന് നോക്കാം. നമ്മൾ ആരിൽ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെയാണ് റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത്. സോ റെസ്പോണ്ടൻ്റ് അടുത്തുനിന്ന് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്ന ഡേറ്റ ആണെങ്കിൽ അത് പ്രൈമറി ഡേറ്റ ആണ്. എവിടെ നിന്നാണോ നമുക്ക് പ്രൈമറി ഡേറ്റ കിട്ടുന്നത് ആ ഒരു സോഴ്സിനെ നമ്മൾ പ്രൈമറി സോഴ്സ് എന്നും പറയും. പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് ഒറിജിനൽ ആണ്, കാരണം ഇൻവെസ്റ്റിഗേറ്റർ ഇത് റെസ്പോണ്ടൻ്റിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റ റിലയബിളുമാണ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൈമറി ഡേറ്റ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ ആവശ്യമാണെങ്കിൽ നിങ്ങളത് ഡയറക്റ്റ്ലി പോയി റെസ്പോണ്ടൻ്റ് അടുത്തുനിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൈമറി ഡേറ്റയാണ്. ഇനി സെക്കൻഡ് വൺ, സ്പെസിഫിക് ടു ദ റിസർച്ച് പ്രോബ്ലം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ പറ്റി ഡേറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം റെസ്പോണ്ടൻ്റ് അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും. നെക്സ്റ്റ് ഇസ് ഹയർ ഡേറ്റ ക്വാളിറ്റി. നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡേറ്റയുടെ ക്വാളിറ്റി അവിടെ കൂടുതലാണ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. അതുപയോഗിച്ച് നടത്തുന്ന അനാലിസിസ് കറക്റ്റ് ആവും. നെക്സ്റ്റ് വൺ, ടൈം കൺസ്യൂമിങ് ആൻഡ് എക്സ്പെൻസീവ്. ടൈം കൺസ്യൂമിങ് എങ്ങനെയാണ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി അതുപോലെ നമ്മുടെ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയാണ്, നല്ല ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പെൻസീവും ആയിരിക്കും. നെക്സ്റ്റ് ഫീച്ചർ ഇസ് ലിമിറ്റഡ് കവറേജ്. സെക്കൻഡറി ഡേറ്റ വെച്ച് നോക്കുമ്പോൾ പ്രൈമറി ഡേറ്റയുടെ കവറേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് ഒറ്റയ്ക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിലെ ഹൗസ് ഹോൾഡുകളുടെ ഇൻകത്തിനെ പറ്റി നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെന്ന് വിചാരിക്കുക. ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ച് കേരളത്തിലുള്ള എല്ലാ ഹൗസ് ഹോൾഡുകളിലും ഒരേപോലെ പോയി സ്റ്റഡി നടത്തുക, അവിടുന്ന് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ഡേറ്റ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി സോഴ്സസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ കേരളത്തിലുള്ള എല്ലാ ഹൗസ് ഹോൾഡുകളെ പറ്റിയും പല പഠനങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് ഒറ്റയ്ക്ക് അത്രയും ഹൗസ് ഹോൾഡുകൾ കയറി ഇറങ്ങി അത്രയും ഡേറ്റ കളക്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അതിൻ്റെ കവറേജ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നത്. മെത്തേഡ്സ് ഫോർ കളക്ടിങ് പ്രൈമറി ഡേറ്റ. ഇനി പ്രൈമറി ഡേറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ റെസ്പോണ്ടൻറ്റും ഇൻവെസ്റ്റിഗേറ്ററും തമ്മിലുള്ള ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ആണ്. അതായത് നേരിട്ടുള്ള ഇൻറ്ററാക്ഷൻ. ഇവിടെ ഇൻവെസ്റ്റിഗേറ്ററിനെ നമ്മൾ പറയുന്നത് ഇൻ്റർവ്യൂവർ എന്നാണ്. ഇവിടെ ഇൻ്റർവ്യൂവറിൻ്റെ ജോലി എന്താണ്? അയാൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ റെസ്പോണ്ടൻ്റ് അടുത്തുനിന്ന് വേണ്ടത് അതൊക്കെ ഡയറക്റ്റ്ലി ചോദിച്ച് മനസ്സിലാക്കും. നെക്സ്റ്റ് ഇസ് ഒബ്സർവേഷൻ. ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവറും റെസ്പോണ്ടൻറ്റും തമ്മിലൊരു പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പേഴ്സണൽ കോൺടാക്റ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റഡി ചെയ്യുവാണ് സ്ലം ഡ്വെല്ലേഴ്സിൻ്റെ പ്രോബ്ലംസ്, അതായത് ഈ ചേരികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനടുത്ത് എവിടെയെങ്കിലും താമസിച്ചുകൊണ്ട് അത് ഒബ്സർവ് ചെയ്യാം, അത് കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റും അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് തരും. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യനെയർ. ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ ആകും,
ചിലപ്പോൾ അത് അൺസ്ട്രക്ചേർഡും ആകാം. നമ്മുടെ സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ക്വസ്റ്റ്യനെയറിൽ ഉണ്ടാകും. ഈ ക്വസ്റ്റ്യനെയറാണ് റെസ്പോണ്ടൻറ്റിന് കൊടുക്കുന്നത്. ഈ ഫിൽഡ് ക്വസ്റ്റ്യനെയറാണ് ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ഡേറ്റ. പ്രൈമറി ഡേറ്റയുടെ വേറൊരു സോഴ്സാണ് ഷെഡ്യൂൾസ്. ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാലും ഒരു കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ അത് ക്വസ്റ്റ്യനെയറിന് ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു ഷെഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം പല സബ് ഹെഡിങ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് നമ്മുടെ മെയിൻ സ്റ്റഡി ഏരിയയിൽ തന്നെ പല ഏരിയാസ് ഉണ്ടാവും. അപ്പം ഈ പല ഏരിയാസിൻ്റെയും ഇമ്പോർട്ടൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ഏരിയയുടെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ പല ഹെഡ്സിൻ്റെ അണ്ടറിലാണ് കൊടുക്കുന്നത്. അതുപോലെ ക്വസ്റ്റ്യനെയറിൻ്റെ കേസിൽ റെസ്പോണ്ടൻറ്റ് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഷെഡ്യൂളിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ ഒന്നിൽ റെസ്പോണ്ടൻറ്റ് ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി അപ്പോയിൻറ്റ് ചെയ്ത ഒരു എന്യൂമറേറ്റർ ഉണ്ടാവും. ഈ എന്യൂമറേറ്റർ റെസ്പോണ്ടൻസിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഫില്ല് ചെയ്യും. സോ റെസ്പോണ്ടൻസിനെ സംബന്ധിച്ച് ഇത് കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഒരു ക്വസ്റ്റ്യനെയറിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കി എടുത്ത് അത് ഫില്ല് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു എന്യൂമറേറ്ററോ ഒരു റിസർച്ചറോ ഡയറക്റ്റ്ലി അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. സെക്കൻഡറി ഡേറ്റ. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റ്ലി ഡേറ്റ കളക്ട് ചെയ്യുമല്ല, വേറെ ആരോ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ നമ്മളെടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റയാണ്. സോ പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്നു. സെക്കൻഡറി എന്ന് പറയുമ്പോൾ വേറെ ആരോ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കളക്റ്റഡ് ബൈ സംവൺ എൽസ് ഫോർ എ ഡിഫറെൻറ്റ് പേർപ്പസ്. ഒരു തേർഡ് പാർട്ടി അയാളുടെ പേർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത ഡേറ്റയാണ് നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ, ജനറൽ ആൻഡ് മേ നോട്ട് മീറ്റ് സ്പെസിഫിക് റിസർച്ച് റിക്വയർമെൻറ്റ്സ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റ അല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെസിഫിക് റിസർച്ച് ഇൻട്രസ്റ്റ് അത് മീറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിലുണ്ടാകാം, അത് മാത്രം നമ്മൾ എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ അത് സ്പെസിഫിക് അല്ല, അത് ജനറൽ ആണ്. അപ്പോൾ ആ ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം നമുക്ക് എടുക്കാം. തേർഡ് വൺ, നോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് ദ ഡേറ്റ സോഴ്സ്. ഡേറ്റ സോഴ്സുമായിട്ട് നമുക്ക് യാതൊരുവിധ ഡയറക്റ്റ് കോൺടാക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ അത് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ് ഇഫക്റ്റീവും ആണ്. നമുക്ക് നേരിട്ട് അവിടെ പോകണ്ട, നമുക്ക് ആരുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്ത് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കണ്ട. അപ്പോൾ അത് ടൈം കൺസ്യൂമിങ്ങും ആണ്. നെക്സ്റ്റ് ഇസ് ലെസ് ഡീറ്റെയിൽഡ് ആൻഡ് മേ ലാക്ക് സ്പെസിഫിക് ഇൻഫർമേഷൻ. സെക്കൻഡറി സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അതിലുണ്ടാവണമെന്നില്ല. പ്രൈമറി ഡേറ്റ ആയിരുന്നെങ്കിലോ നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അത് മോർ ഡീറ്റെയിൽഡുമായിരിക്കും. ഇനി അടുത്തത്, ഡേറ്റ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി മേ വേരി. പ്രൈമറി ഡേറ്റ ആണെങ്കിൽ അത് റിലയബിൾ ആണ്, കാരണം നമ്മൾ ഡയറക്റ്റ്ലി പോയി കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ്. അപ്പോൾ സെക്കൻഡറി സോഴ്സ് ആകുമ്പോൾ ആ ഡേറ്റ എത്രമാത്രം കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡേറ്റ. അപ്പോൾ സെക്കൻഡറി ഡേറ്റയുടെ രണ്ട് മെയിൻ സോഴ്സസ് ആണുള്ളത്. ഒന്ന് പബ്ലിഷ്ഡ് ഡേറ്റ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് അൺപബ്ലിഷ്ഡ് ഡേറ്റ. ചില ഗവൺമെൻറ്റൽ ഏജൻസീസും അതുപോലെ നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസും ഒക്കെ ഡേറ്റ കളക്ട് ചെയ്ത് അത് അവരുടെ സൈറ്റ്സിലോ അല്ലെങ്കിൽ ജേർണലുകളിലോ റിപ്പോർട്ട്സിലോ ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇതാണ് പബ്ലിഷ്ഡ് സോഴ്സ് ഓഫ് സെക്കൻഡറി ഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ഡേറ്റയ്ക്ക് ലിമിറ്റഡ് കവറേജ് ആണ്. അതായത് ഒരു റെസ്പോണ്ടൻറ്റിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഹൗസ് ഹോൾഡുകളെ പറ്റിയും ചില വിവരങ്ങളൊന്നും ശേഖരിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ടാവും. സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റയ്ക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പല ഡേറ്റയും ഈ സെൻസസിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതുപോലെ ഇതിന് വേറൊരു എക്സാമ്പിളാണ് ഡേറ്റ പബ്ലിഷ്ഡ് ബൈ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ. ഇനി അൺപബ്ലിഷ്ഡ് സോഴ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ചില ഗവൺമെൻറ് ഓഫീസുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ഓഫീസുകളും സൂക്ഷിക്കുന്ന ചില റെക്കോർഡ്സ്, അതുപോലെ PhD സ്കോളേഴ്സൊക്കെ കളക്ട് ചെയ്യുന്ന ഡേറ്റ, ഇതൊക്കെ അൺപബ്ലിഷ്ഡ് സോഴ്സിന് എക്സാമ്പിളാണ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ നേച്ചർ അനുസരിച്ച് അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവും ഒന്ന് ക്വാളിറ്റേറ്റീവും. ഇപ്പോൾ ഡേറ്റ നമ്പർ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്കതിനെ കൗണ്ട് ചെയ്യാൻ പറ്റും, നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് അറിയണം. ആവറേജ് വെയിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? ആ ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാവരുടെയും വെയിറ്റ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ക്ലാസ്സിൽ 60 കുട്ടികളാണ് ഉള്ളതെങ്കിൽ ഈ 60 പേരുടെയും വെയിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു.
ഈ വെയിറ്റ് നിങ്ങൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്? നമ്പേഴ്സ് ആയിട്ടല്ലേ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ഡേറ്റയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ്. സോ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ്. ഇനി അതുപോലെ ഹൈറ്റ്, അതുപോലെ ഏജ്, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ എക്സാമ്പിൾസ് ആണ്. ഇനി ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അത് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ ആണ്. അത് നമുക്ക് കൗണ്ട് ചെയ്യാനോ മെഷർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് പിന്നെ എങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? അത് വേർഡ്സ് ആയിട്ടോ വിഷ്വൽസ് ആയിട്ടോ ഒക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ജെൻഡർ, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത്. ഈ ജെൻഡർ എന്ന് പറയുന്നത് ഹൈറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന പോലെ നമുക്ക് സെൻറ്റിമീറ്ററിലോ ഫീറ്റിലോ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വെയിറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന പോലെ കിലോഗ്രാമിൽ പറയാൻ പറ്റുമോ? ഇല്ല. ജെൻഡർ എന്ന് പറയുന്നത് 2 കാറ്റഗറീസ് ആയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. അതായത് ജെൻഡറിനെ നമുക്ക് ഒരിക്കലും ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോമിലേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുമ്പോൾ അത് നമ്പർ ബേസ്ഡ് ആണ്, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അത് നമ്പർ ബേസ്ഡ് അല്ല, അതെന്തെങ്കിലും ഇൻ്റർപ്രിറ്റേഷൻ ബേസ്ഡോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവോ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും ക്വാളിറ്റേറ്റീവ് ഡേറ്റയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഡീൽസ് വിത്ത് ക്വാണ്ടിറ്റീസ്. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആണെങ്കിലോ ക്വാളിറ്റീസുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇസ് മെഷറബിൾ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇസ് നോട്ട് മെഷറബിൾ. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തത്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ഫോം. ഒരു ന്യൂമറിക്കൽ നമ്പർ ആയിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അവിടെ ന്യൂമറിക്കൽ ഡേറ്റ അല്ല, ഡിസ്ക്രിപ്ഷൻസ് ആണ് ഉള്ളത്. ഫോർത്ത് വൺ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മേക്സ് യൂസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ കേസിൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ കോളേജിൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആരിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്? ആ കോളേജിലെ പെൺകുട്ടികളിൽ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്. മൊത്തം ഗേൾസിൻ്റെ എണ്ണം ഒരു 2500 അല്ലെങ്കിൽ 3000 ഒക്കെ ആണെങ്കിൽ എല്ലാവരിൽ നിന്നും കൂടെ ഡേറ്റ കളക്ഷൻ പോസിബിൾ ആകും. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പ് അതിനകത്ത് നിന്ന് ഫോം ചെയ്യും. അതാണ് സാമ്പിൾ. കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിൽ നിന്നും ഒരു 10 പേര്. അപ്പോൾ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ ഗ്രൂപ്പാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ കേസിൽ ഈ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. ഇനിയിപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ കേസ് എങ്ങനെയാണ്? അവിടെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് സ്മോളർ ആണ്. അടുത്ത ഡിഫറൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയുടെ അനാലിസിസിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ വി മേക്ക് ലെസ് യൂസ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അടുത്ത ഡിഫറൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇസ് മോർ സ്ട്രക്ചേർഡ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇസ് അൺസ്ട്രക്ചേർഡ്. അടുത്ത ഡിഫറൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇസ് മോർ റിലയബിൾ. കാരണം ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിലയബിലിറ്റി കൂടുതലാണ്. ഇനി ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ കേസ് ആണെങ്കിലോ ദേ ആർ ലെസ് റിലയബിൾ.